വൈകുന്നേരമായപ്പം ദാഗമൊക്കെ ഒന്ന് തൂത്ത് വരുമായിരുന്നു. നല്ല പൊടിയേറി കിടക്കുക കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ പൊടിയാണ്. അപ്പോൾ ഇന്നലെ ഞാനൊന്നും തൂത്തില്ലായിരുന്നു. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവിടേക്കൊന്ന് തൂത്ത് വരി. പിന്നെ മാറാലേക്ക് അടിച്ചടിച്ചായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണെന്നേ. അപ്പോൾ മാറാലേക്ക് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ആയിക്കൊണ്ടിരിക്കും. പെണ്ണുങ്ങളടിച്ച മാറാല മാറത്തില്ല എന്നൊക്കെ ആരൊക്കെയോ പഴമക്കാർ പറയുന്നുണ്ട്. ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അടിച്ച ഒരു പിറ്റേന്ന് വന്ന് നോക്കുമ്പോഴും അതിങ്ങനെ കൂടി കെട്ടി ഈ ചിലന്തി ഇങ്ങനെ വല കെട്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇനി കുഞ്ഞിനെ കൊണ്ടെങ്ങാണ് അടുപ്പിച്ച് നോക്കണം. ആണുങ്ങളടിച്ച മാറാല വരുത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞിനെ കൊണ്ടൊക്കെ മാറാല അടുപ്പിക്കണം എന്നൊരു ധാരണയിൽ ഇരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇതാ അവിടേക്കൊന്ന് തൂത്തൊക്കെ വാരി. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായതുകൊണ്ട് പൊടിയൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഈ ചീതാനം അടിക്കുമെന്ന് പറയത്തില്ലേ, അത് അങ്ങനെയല്ലേ എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ച് കയറിയിട്ട് നനഞ്ഞൊക്കെ കിടന്ന് അതിൻ്റെ കൂടെ പൊടിയെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് തുടയ്ക്കണം. ഇന്നെന്തായാലും തുടക്കുന്നതൊന്നുമില്ല. അങ്ങനെ ഞാൻ റൂമും പിന്നെ ഹോളും അടുക്കളയും എല്ലായിടവും തൂത്തൊന്ന് വൃത്തിയാക്കി എല്ലാം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാട്ടോ. ഈ ഒരു ചൂല് ഭയങ്കര പാടാടോ. എൻ്റെ കൈക്ക് നല്ല കിഴപ്പും വേദനയായിട്ടോ ഇത് ഇട്ട് തൂക്കുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ചൂല് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. നിന്നുകൊണ്ട് തൂക്കാം ഒക്കെ ശരി ാണ് എനിക്ക് തോന്നുന്നു. ഇതിനേക്കാൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നല്ലതായിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമ്മൾ ഈ ഒരു എന്താ പറയുക, സിമെൻ്റ് ഇട്ട് തറയിലൊന്നും ഇട്ട് ഇങ്ങനെ തൂക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ കുറച്ച് ഭാഗം അതൊക്കെ തന്നെയല്ലേ, അധികം മുറ്റമൊന്നും ഇല്ലല്ലോ. പക്ഷേ എനിക്ക് ഇത് വെച്ച് തൂക്കുമ്പം കുഴപ്പമില്ലെങ്കിലും ഭയങ്കര വെയിറ്റാണ് കേട്ടോ. എനിക്ക് കൈ അങ്ങ് കിഴച്ചൊടിയുന്നത് പോലെ തോന്നും. അങ്ങനെ ഇതാ ഇന്നലത്തെ മഴയിലൊക്കെ ആണെന്ന് തോന്നുന്നു വാഴയൊക്കെ ഒടിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് വെട്ടണമെങ്കിൽ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. കാരണം ഇതിന് മുന്നേ ഞാനെടുത്ത് അപ്പുറത്തെ കളയുമായിരുന്നു. പക്ഷേ ഇനി വെട്ടി സീനാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ തന്നെ അങ്ങനെ ഇട്ടു. പിന്നെ അതിൽ നിന്ന കൊലയാട്ടോ. ഇത് ചീത്തയായി പോയെന്ന് വേണം പറയാൻ. ഇത് വെയിലടിച്ചിട്ട് വാടി നിൽക്കായിരുന്നു, വിളഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇത് കളറ് മങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇത് ചാഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ ഞാനിതിങ്ങനെ വെട്ടിയെടുത്ത് പിറ്റേ ദിവസം ആയപ്പോഴേ അതിനിങ്ങനെ കളറ് വന്നു. തിന്ന് നോക്കിയിട്ട് ഭയങ്കര പുളിപ്പ് പോലെ ആയിരുന്നു. മധുരേ ഇല്ലായിരുന്നു തീരെ. തോരൻ വെക്കാൻ അങ്ങനെ കണ്ടിച്ചെടുത്താൽ മതിയായിരുന്നു. തോരൻ വെക്കാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാലല്ലേ അത് തോരൻ വെക്കാൻ വേണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് അവിടേക്കൊന്ന് തൂത്തൊക്കെ വാരി. അതിനുശേഷം പിന്നീട് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അടുക്കളയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ എല്ലാം തീയിട്ടു. പിന്നെ ഞാൻ തൂക്കാൻ പോകുന്നതിന് മുന്നായിട്ട് തുണി കുറച്ച് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാഴ്ചക്ക് മുകളിലായെന്ന് തോന്നിയിട്ട് തുണി കഴുകിയിട്ട്. അതുകൊണ്ട് ഒരു കിൻഡൽ തുണി, ഒരു ലോഡ് തുണി കിടപ്പുണ്ട് എന്ന് വേണം പറയാൻ. അത്രയും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടാൻ ഡ്രസ്സില്ല. ഇതൊക്കെ ആയി വന്നു തുടങ്ങി എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ 2-3 വെച്ചെങ്കിലും കഴുകിയിടാമല്ലോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുണി കഴുകിയില്ല. ആഴ്ചയിൽ ഒരു വട്ടമാണ് ഇപ്പോൾ തുണി കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ കുഞ്ഞിനും ഞാനും കൂടെ ഒരുമിച്ച് ഇന്ന് അങ്ങ് കഴുകിയിടും. അതാകുമ്പോൾ വലിയ പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തുണി കഴുകാത്തതുകൊണ്ട് ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ള തുണികൾ ഇങ്ങനെ കിടക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് കുഞ്ഞിൻ്റെ അതായത് ഇന്നർ ബനിയനൊക്കെ ഉണ്ടായിരുന്നു, ജോലിക്ക് പോകുമ്പോൾ ഇടുന്നതും കർച്ചീഫും പിന്നെ കുഞ്ഞിൻ്റെ യൂണിഫോമും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2-3 ജോഡി ഡ്രസ്സും കൂടെ ഞാൻ എടുത്തൊന്ന് മുക്കി വെച്ചു. അതൊക്കെ കഴുകിയിട്ടു. അപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നു. പിന്നെ എനിക്ക് ബാക്കി അതൊന്ന് കഴുകിയൊക്കെ തന്ന് ആൾ ഹെൽപ്പ് ചെയ്തു. പിന്നെ ചായ ഇടാനുള്ള ഒരുക്കമായിരുന്നു. ആൾക്ക് വന്നപ്പോഴേ വിശക്കുന്നു, ചായ ഇടൂ എന്നും പറഞ്ഞിട്ട് അവിടെ വന്നേ. ചായ മാത്രമേ ഉള്ളൂ, ഞം തിന്നാനൊന്നും ഇല്ല. അതുകൊണ്ട് ചായ മാത്രം ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് രാത്രിയിലത്തേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. രാത്രിയിൽ ഇന്ന് നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാനിങ്. പക്ഷേ എന്തോ എവിടേക്കോ ഒരു മടി ഇങ്ങനെ വന്നത് കാരണം ഞാൻ അതങ്ങ് നിർത്തിയിട്ട് ഉപ്പുമാവിലോട്ട് മാറി. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് വേറെ സാധനങ്ങളൊന്നും ഇല്ല, സവോള മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യാരറ്റ് ഒന്നും കിടപ്പില്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങ് ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു. പിന്നെ കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടുന്നു, അതും ഒന്ന് അരച്ചൊക്കെ എടുത്തു. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരികെ എടുത്തു. കുറച്ച് ഉപ്പുമാവിനകത്ത് ഇടാനും പിന്നെ കുറച്ച് നാളത്തേക്കും കൂടെയാണ്. നാളെ കറി എന്തെങ്കിലും വെക്കുമ്പോൾ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പിന്നെ നമ്മൾ അന്നേരം കിടന്ന് തിരികെ പാടുപെടണ്ട എന്ന് വിചാരിച്ച് ഞാൻ തലേന്നോ അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ തിരികെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ കൈയോടെ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. ഉറുമ്പില്ലെങ്കിൽ ഏത് സൈഡിൽ നിന്ന് പാഞ്ഞ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൈയോടെ വൃത്തിയാക്കി ഇടുന്നതാണ് നമുക്കിടെ നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പുമാവിനുള്ള ഒരുക്കമാണ്. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട്
പോയി കുളിക്കാമെന്നും പറഞ്ഞിട്ടാട്ടോ. ഇല്ലെങ്കിൽ വിയർത്ത് ഇങ്ങനെ കുളിക്കും. ഇപ്പം തന്നെ വിയർത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം. ഇങ്ങനെ തലയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വിയർപ്പ് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ തുടച്ച് നിൽക്കുക കേട്ടോ. പിന്നെ ഇതാ ഉപ്പുമാവ്. ഈ ഉപ്പുമാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കഥകളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ഒരു ഉപ്പുമാവ്. പക്ഷേ എനിക്ക് വെറുക്കപ്പെട്ടൊരു സംഭവം ഇത് തന്നെ ആയിരുന്നു. ഒരുപാട് വെറുത്ത് പോയിട്ടുണ്ട് മനസ്സുകൊണ്ടും. പിന്നെ എനിക്ക് മനം മറിച്ച് അങ്ങനെയൊക്കെയുള്ള വെറുപ്പുകളൊക്കെ വരത്തില്ല. നമുക്ക് തിന്നാൻ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു ഇതിൽ വന്നതും ഈ ഉപ്പുമാവ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് വെറുക്കപ്പെട്ട എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് നമ്മൾ ആദ്യം റവ ഞാൻ നെയ്ക്കകത്താട്ടോ വറുത്തെടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റും മണവും നമ്മൾ നെയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് മണവും ടേസ്റ്റും കൂടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ കടുവൊക്കെ വറുക്കുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. എനിക്ക് പിന്നെ ഇന്നത്തെ ഉപ്പുമാവിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റും സംഭവങ്ങളൊന്നും ഇല്ല, ഉള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഈ കാര്യങ്ങൾ മൂന്നും ചേർത്തതിന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആയിരുന്നു. നെയ്യ് ചേർത്തോ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലോ, മനം മറിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങ് ഒഴിവാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഉഴുന്നിട്ടതിൻ്റെ ആയിരുന്നു. ഉഴുന്നിട്ടതിനും കുറേ കേട്ടു. ഉഴുന്നിട്ട ഇതെന്തോ ഉഴുന്ന് കറിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അതും അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് തേങ്ങ ഇട്ടപ്പോഴത്തേക്ക് തേങ്ങയുടെ കാര്യമായി. തേങ്ങ ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ല, തേങ്ങ ഇട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ശരി, അതും ഒഴിവാക്കി. അത് കഴിഞ്ഞപ്പോൾ ഉള്ള അടുത്തതെന്ന് വെച്ചാൽ അലുവ കഷ്ണം പോലെ ഇരിക്കാത്തതിൻ്റെ പേരിലായിരുന്നു കേട്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കാൻ പാടില്ല, അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കോരിയെടുത്ത് നമ്മൾ കഴിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാട്ടോ. എനിക്ക് കുറച്ചിങ്ങനെ പൊരിപുരാന്ന് ഇങ്ങനെ ഉടഞ്ഞു കിടന്നാൽ മാത്രമാണ് എനിക്കിഷ്ടം. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതോ നിങ്ങൾക്ക് അലുവ കഷ്ണം പോലെ കഴിക്കാനാണോ ഇഷ്ടമെന്നും കൂടെ പറയണം. വീട്ടിലുണ്ടാക്കി തരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഉപ്പുമാവ് നല്ല ഇളക്കി നല്ല പൊരിപുരാന്നിരിക്കുമ്പോൾ അത് വാരി കഴിക്കുമ്പോൾ ഒരു സുഖം, അതൊക്കെയാണ് സുഖം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കുറേ കാര്യങ്ങൾ. അതോടെ ഞാൻ വെറുക്കപ്പെട്ട ഒരു സാധനമായി മാറി. എനിക്ക് പിന്നെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി, മനം മറിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പുമാവേ കഴിപ്പില്ലായിരുന്നു. ഉപ്പുമാവ് അവിടെ അഥവാ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ പഴങ്കഞ്ഞിയായിരുന്നു പിന്നെ കുടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഉപ്പുമാവിൻ്റെ സ്റ്റോറി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയുള്ള സ്റ്റോറികൾ ഞാൻ ഒഴിവാക്കുന്നതായിരിക്കും. അങ്ങനെ ഇതൊരു 10:30 ആയപ്പോഴത്തേക്ക് ഞാനും കുഞ്ഞനും കൂടെ ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് അനിയത്തിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ എന്താ കാണിക്കാത്തതെന്ന്. അവളിവിടെ ഇല്ലടോ, പിന്നെ എങ്ങനെ കാണിക്കാനാണ്? ഞാൻ ഒത്തിരി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പാലക്കാടാണ് ജോലി, അവൾക്ക് അതുകൊണ്ട് ലീവിന് വരുമ്പോഴേ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മിക്ക ആളും ചോദിക്കാറുണ്ട്. അപ്പോൾ അവൾ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ട്രെയിനിൽ അവിടെ പിടിച്ചൊക്കെ ഇട്ടേക്കുന്ന കാരണം ട്രെയിൻ ലേറ്റ് ആയത് കാരണം അവളും വരാൻ ലേറ്റായി. ഞങ്ങൾ കുറേ നേരം റോഡിൽ നിൽക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഈ ഇലക്ഷൻ നടക്കുകയല്ലേ, അതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ വന്ന് ചെക്ക് ചെയ്തു കേട്ടോ. ഡിക്കിയൊക്കെ തുറന്നു, ഡാഷ്ബോർഡൊക്കെ തുറന്നൊക്കെ നോക്കി. ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ. അങ്ങനെ ആട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഡിക്കി തുറക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ഒരേപോലെ കടന്നുപോയൊരു കാര്യമാണ് എലി എടുത്ത് അവരുടെ മേലത്ത് ചാടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡിക്കിയിൽ ഇങ്ങനെ എലി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് കയറുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. എലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നേരത്തെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേ അവൾക്ക് വിശക്കുന്നേന്നും പറഞ്ഞാട്ടോ വന്നത്. പിന്നെ അവൾക്ക് ഫുഡെല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പിന്നെ അവൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയി കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.